ഇനി സീരിയസ് ആയ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നീ ലൈഫ് ബിൽഡ് ചെയ്യുകയാണോ അതോ ഫോൺ സ്ക്രോൾ ചെയ്ത് സമയം കളയുകയാണോ? ഓണസ്റ്റായി ഉത്തരം പറ. കാരണം ഒരു കാര്യം ഓർക്ക്, ഡേഞ്ചറസ് ആകുന്നവനും സെയിം ലൈഫ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം വലിയൊരു സീക്രട്ടൊന്നുമല്ല, ഡെയിലി ഹാബിറ്റ്സ് മാത്രം. നീ രാവിലെ എഴുന്നേൽക്കുന്ന നിമിഷം തന്നെ നിന്നെക്കുറിച്ചൊരു ഡിസിഷൻ ആകുന്നുണ്ട്. അലാമടിക്കും, നീ സ്നൂസ് അടിക്കും, ഇവിടെ വെച്ച് ഗെയിം ഏതാണ്ട് തീരുന്നു. പിന്നെ ഡേഞ്ചറസ് ആകുന്ന ആൾ എന്തു ചെയ്യും? അവൻ ഓവർ തിങ്ക് ചെയ്യില്ല. അലാം ഓഫ്, എഴുന്നേൽക്കും, അത്ര തന്നെ. ഫീൽ ഉണ്ടോ ഇല്ലയോ അത് മാറ്ററില്ല, അവൻ മൂവ് ചെയ്യും. വർക്കൗട്ട് ആകട്ടെ, റണ്ണിംഗ് ആകട്ടെ, എന്തെങ്കിലും ആകട്ടെ, ബട്ട് ഹീ ഷോസ് അപ്പ് എവ്രി സിംഗിൾ ഡേ. കാരണം സിമ്പിൾ, ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ലൈഫിൽ കൺട്രോൾ ഉണ്ടാവില്ല ഒരിക്കലും. ഇനി ഫോണിന്റെ കാര്യം പറയാം. ഇതാണ് മെജോറിറ്റി ആളുകളുടെ റിയൽ പ്രോബ്ലം. വേക്കപ്പ് ചെയ്ത ഉടനെ സ്ക്രോൾ, റീൽസ്, ഷോർട്സ്, റാൻഡം വീഡിയോസ്. അവിടെ വെച്ചേ നിന്റെ ഫോക്കസ് ആ ദിവസത്തേക്ക് തകർന്നു പോകുന്നു. ഡേഞ്ചറസ് ആകുന്ന ഒരാൾക്ക് മോർണിംഗിൽ ഫോൺ പ്രയോറിറ്റി അല്ല, അവന്റെ ലൈഫാണ് പ്രയോറിറ്റി. അവൻ ആദ്യം വർക്ക് ചെയ്യും, ഹാർഡായത് ആദ്യം ചെയ്യും. കാരണം അവൻ ഒരു കാര്യം അറിയാം, ഈസിയായി ഒന്നും ചേഞ്ച് ആവില്ല ഒരിക്കലും. മറ്റുള്ളവർ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഇനി ഒരു ഹാബിറ്റ് കൂടി, സെൽഫ് പ്രോമിസസ്. നീ തന്നെ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഇന്നു മുതൽ ഞാൻ ചേഞ്ച് ആകും? പക്ഷെ ചെയ്തോ? ഓരോ തവണ നീ നിന്റെ വേർഡ് ബ്രേക്ക് ചെയ്യുമ്പോഴും നീ നിന്നോടുള്ള റെസ്പെക്റ്റ് സ്വന്തം കൈകൊണ്ട് കുറയ്ക്കുകയാണ്. ഡേഞ്ചറസ് ആകുന്ന ഒരാൾ സ്മോൾ പ്രോമിസസ് പോലും ബ്രേക്ക് ചെയ്യില്ല. കാരണം അവൻ ഒരു കാര്യം അറിയാം, സെൽഫ് റെസ്പെക്റ്റ് ബിൽഡാകുന്നത് ആ ചെറിയ ചെറിയ മൊമെന്റ്സിലാണ്. ഇനി ബിഗ്ഗസ്റ്റ് ഡിഫറൻസ്, കംഫർട്ട് വേഴ്സസ് ഡിസ്കംഫർട്ട്. ഈസി ലൈഫ് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ അത് നിന്നെ സ്ലോലി വീക്കാക്കും. ഡേഞ്ചറസ് ആകുന്നവൻ ഈസി ചൂസ് ചെയ്യില്ല. കൂൾഡ് മോർണിംഗ് ആണെങ്കിലും എഴുന്നേൽക്കും, ഹാർഡ് വർക്കൗട്ട് ആണെങ്കിലും ചെയ്യും, ഫോക്കസ് വർക്ക് ബോറായാലും സിറ്റ് ചെയ്യും. കാരണം അവൻ എസ്കേപ്പ് ചെയ്യില്ല, അവൻ ഫേസ് ചെയ്യും. ഇതാണ് റിയൽ ചേഞ്ച്. ഇതൊരു രാത്രി കൊണ്ടൊന്നും സംഭവിക്കില്ല. ഡെയിലി റിപ്പീറ്റ് റിപ്പീറ്റ്. ഫീൽ ഇല്ലാത്ത ദിവസങ്ങളിലും അവിടെ വെച്ച് മിക്ക ആളുകളും ക്വിറ്റ് ചെയ്യുന്നു. പക്ഷേ നീ കണ്ടിന്യൂ ചെയ്താൽ സ്ലോ ആയി ചേഞ്ച് വരും. മൈൻഡ് ക്ലിയർ ആകും, ബോഡി സ്ട്രോങ് ആകും, കോൺഫിഡൻസ് റിയൽ ആകും. നിനക്ക് അപ്രൂവൽ വേണ്ടെന്ന് വരും, എക്സ്പ്ലെയിൻ ചെയ്ത് നടക്കുന്നത് നിർത്തും. നീ ഒന്നും സംസാരിക്കാതെ തന്നെ പ്രസൻസ് ഫീൽ ആകുന്ന ഒരാളായി മാറും. അതാണ് ഡേഞ്ചറസ്. ഷൗട്ട് ചെയ്യേണ്ടതില്ല, ഷോ ചെയ്യുക മതി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നീ ഇതേ റൂട്ടീൻ തുടരാനാണോ അതോ ലെവൽ അപ്പ് ആകാനാണോ? ഡിസിഷൻ ഇപ്പോഴാണ്, നാളെ മുതലല്ല. ഇന്നേ സ്റ്റാർട്ട് ചെയ്യൂ. നാളെ രാവിലെ എഴുന്നേൽക്കൂ, ഫോൺ അവോയ്ഡ് ചെയ്യൂ, ബോഡി മൂവ് ചെയ്യൂ, ഹാർഡ് വർക്ക് ആദ്യം ഫിനിഷ് ചെയ്യൂ, ഡിസ്ട്രാക്ഷൻസ് കട്ട് ചെയ്യൂ, നിന്റെ വേർഡ് പാലിക്കൂ. അടുത്ത ദിവസവും റിപ്പീറ്റ് ചെയ്യൂ. കൺസിസ്റ്റൻസിയാണ് റിയൽ പവർ. ഒരു ദിവസം മിററിൽ നീ നിന്നെ നോക്കുമ്പോൾ നിനക്ക് തന്നെ ഡൗട്ട് തോന്നും, ഇത് ഞാൻ തന്നെയാണോ? അപ്പോഴാണ് മനസ്സിലാകുന്നത്, നീ ചേഞ്ച് ആയത് മാത്രമല്ല, നീ ഡേഞ്ചറസ് ആയി മാറി.